ഒരു കോസ്മെറ്റിക് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം നമ്മളിപ്പോൾ ഈ പരസ്യം കണ്ട് വാങ്ങിക്കുക, ഉപയോഗിക്കുക, വലിച്ചെറിയുക, ഈ സാധനമാണല്ലോ. ഇതിലിപ്പോൾ കോസ്മെറ്റിക് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നതും പറയുന്നതൊക്കെ ഈ ടോക്സിൻ ഫ്രീ പ്രൊഡക്റ്റുകളാണ്. ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം. അപ്പോൾ ഹെർബൽ പ്രൊഡക്റ്റുകളിലേക്ക് പോയാൽ വളരെ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ചിന്തകൾ നടക്കുന്നുണ്ട്. ഈ ഹെർബൽ പ്രൊഡക്ട്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് കുറേയൊക്കെ ഹിഡൻ ആയിരിക്കും. അവർ ഫുൾ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് എപ്പോഴും പ്രൊഡക്റ്റുകളിൽ കൊടുക്കാറില്ല. എൻ്റെ ഒരു അറിവനുസരിച്ചിട്ട് ഇന്ത്യ പോലുള്ളൊരു നാട്ടിൽ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഫുള്ള് അക്ലൈം ചെയ്തിരിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ റൂള്. പക്ഷേ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഇല്ലാത്ത കുറേയധികം കോസ്മെറ്റിക് പ്രൊഡക്ട്സ് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അത്? എന്നിട്ടും ഇവിടെ ആ പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആവുകയും അത് ഭയങ്കര പോപ്പുലർ ആവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് സാധ്യമാവുന്നത്? അത് ഈ ആയുർവേദിക്കിൻ്റെ ബാനറിലാണ് ഇവർ ചെയ്യുന്നത്. അത് ഈ ആയുർവേദിക് തെറാപ്പറ്റിക് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിക്കേണ്ടതായിരിക്കില്ല, അത് ബാക്കിയുള്ള നമുക്ക് പുറമേ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ സോപ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. അവർക്ക് ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നിർബന്ധമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പെർട്ടിക്കുലർ അവരുടെ മാത്രമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും അതിനകത്തുള്ളത്. അപ്പോൾ കോമൺ ആയിട്ട് അവർ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മെൻഷൻ ചെയ്യും. ഇങ്ങനെ തുളസി, അലോവേര ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് മെൻഷൻ ചെയ്യും. ചിലതിൽ ഇൻഗ്രീഡിയൻസ് കാണില്ല. കാരണം അത് അവരുടെ ഈ ആയുർവേദിക് തെറാപ്പിറ്റിസ്റ്റ് ആയതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് നിർബന്ധമില്ല. ആക്ച്വലി ഇൻഗ്രീഡിയൻസ് വേണം നിർബന്ധമില്ല. കാരണം അവരുടെ ആ ഒരു എന്താ പറയുക, ഈ ഒറ്റമൂലി എന്നൊക്കെ പറയുമല്ലോ, അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. കാരണം അത് അവരുടെ മാത്രം രഹസ്യ കൂട്ടാണ്, അത് പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്നുള്ള രീതിക്കാണ്. കാരണം ആയുർവേദത്തിന് പൊതുവേ ഇന്ത്യയിൽ നല്ല മാർക്കറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാറ്റഗറി ഉള്ളത് കൊണ്ടാണ് അവർ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്യാത്തത്. പിന്നെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ട് ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്യാത്തത്. അതിനൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ടോ? അവർക്ക് ഈ സർട്ടിഫിക്കേഷൻ വേണം. ആക്ച്വലി ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കേഷൻ വേണം. സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് എന്തായാലും മെൻഷൻ ചെയ്തിരിക്കണം. ആണല്ലേ? ഈ പാരബൻ ഫ്രീ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരു മിത്ത് മാത്രമാണ്, അല്ലെങ്കിൽ അത് നമ്മൾ പാരബൻ സ്റ്റഡിയിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെ അവരും പാരബൻ ക്യാൻസറിന് കാരണമാകും എന്ന് ഓൾറെഡി സ്റ്റഡി നടത്തിയ യൂറോപ്യൻ കമ്മീഷനൊക്കെ അംഗീകരിച്ചൊരു കാര്യമാണ്. മറ്റേ അമേരിക്കയിലും ഇത് അംഗീകരിച്ചാണ്. ആ ന്യൂസ് ഒരുപാട് വന്നതുകൊണ്ടാണ് പാരബൻ ഫ്രീ ഇവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആക്ച്വലി പാരബൻ ക്യാൻസറിന് കാരണമാകും, ലോങ് ടേം എഫക്റ്റ് ആണത്. കാരണം സ്ഥിരമായിട്ട് കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസറിന് കാരണമാകും പാരബൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പാരബൻ ഫ്രീ അതൊരു മാർക്കറ്റിംഗ് ടൂളാക്കി ഉപയോഗിച്ചിട്ട് പാരബൻ ഫ്രീ ആയിട്ട് ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ പാരബൻ ഫ്രീ ഉണ്ടെങ്കിലും അതിനകത്ത് വേറെ കെമിക്കൽസ് ഉണ്ടാവും. ഈ ബയോട്ടിക് എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഇപ്പോൾ എനിക്ക് ബ്രോ ആ ഉത്തരം പറഞ്ഞതിൽ നിന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്, ബയോട്ടിക്കിൻ്റെ എന്ന് പറയുന്ന ബ്രാൻഡ് ചില ഇൻഗ്രീഡിയൻസ് ഈ പറയുന്ന പോലെ ഡിസ്ക്ലോസ് ചെയ്യാറില്ല. അത് നേരത്തെ പറഞ്ഞ റീസൺ ആയുർവേദിക്. അവരതുകൊണ്ടാണ് 100% ആയുർവേദിക് അഡ്വാൻസ്ഡ് ആയുർവേദമാണ് അവരുടെ. അവർ 100% ക്ലെയിം ചെയ്യുന്നുണ്ട്. അവർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്. അവർക്കത് നിർബന്ധമില്ല. ഇൻഗ്രീഡിയൻസ് നിങ്ങൾ പറയുന്ന പോലെ സോപ്പിൽ അവരുടെ ഇൻഗ്രീഡിയൻസ് കാണില്ല, പേസ്റ്റിലും ഇൻഗ്രീഡിയൻസ് കാണില്ല, പക്ഷെ അവർ വെബ്സൈറ്റിൽ അവരുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ആണല്ലേ? എന്താ പറയുക, ചില ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ പറയാറുണ്ട് ബയോട്ടിക്കിന് നമ്മൾ എത്രമാത്രം വിശ്വസിക്കും എന്നറിയില്ല, കാരണം അവരുടെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഫുൾ. ബയോട്ടിക്കിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞു. മനസ്സിലായി. ഒരു പെർട്ടിക്കുലർ ഓഫ് പ്രോഡക്റ്റ് അവരുടെ കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ്. ഇപ്പോൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പഠനങ്ങൾ നടത്തുമ്പോൾ പല കൺട്രീസിലും അത് ബഹിഷ്കരിക്കുന്നുണ്ട്. അത് പറഞ്ഞല്ലോ രണ്ടാമത് ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്റ്റഡികൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ അതിനെപ്പറ്റി ഒരു ന്യൂസ് പോലും നമ്മൾ വായിക്കാറില്ല, ന്യൂസ് ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ അതിന് പിന്നിൽ ഈ പറയുന്നത് അവർക്ക് ആഡ് നഷ്ടപ്പെടും എന്നുള്ളൊരു, അവരുടെ പണം നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി കൊണ്ടാണോ മാധ്യമങ്ങൾ മനഃപൂർവ്വം മുക്കുന്നത്? മാധ്യമങ്ങൾ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോർപ്പറേറ്റ്സിനെയാണ്. അവർക്ക് എതിരായിട്ടുള്ള ഒരു ന്യൂസ് മാധ്യമങ്ങൾ കൊടുക്കില്ല. അതിന് എന്താണെങ്കിലും ശരി, അതിനിപ്പോൾ കേരളത്തിലാണെങ്കിലും ശരി, കേരളത്തിന് പുറത്തായ ഇന്ത്യയിലാണെങ്കിലും ശരി, ഏത് ദേശത്തും ഒരു കാരണം കോർപ്പറേറ്റ് ഫണ്ടിങ് ആണ് ഒരു മാധ്യമത്തെ നിലനിർത്തുന്നത്. അപ്പോൾ അവർക്കെതിരായിട്ടുള്ള ഒരു ന്യൂസും കൊടുക്കില്ല. ഈവൻ ഇവർക്ക് ന്യൂസ് കൊടുക്കാൻ സാധ്യത ഈ പറയുന്ന സെലിബ്രിറ്റീസിന് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിന്, ഇവരെ മാർക്കറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവർക്കെതിരെ നെഗറ്റീവ് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാലാണ് ഇവരുടെ TRP കൂടുള്ളൂ. അപ്പോൾ കോർപ്പറേറ്റ്സിനെതിരെ ഇവർ ഒരു ന്യൂസും കൊടുക്കില്ല. അത് അവരുടെ നിർബന്ധമാണ്. കാരണം അവരുടെ ഫണ്ടിങ് അവരുണ്ടെങ്കിൽ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് അവർ ഒരിക്കലും ചെയ്യില്ല. എത്ര വലിയ വലിയ കമ്പനികളുടെ പ്രൊഡക്റ്റ് ഫുഡ് സേഫ്റ്റി പിടിച്ച് സീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ വലിയൊരു സ്പൈസസ് കമ്പനിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു കുടിൽ വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിൽ വിഷം വേണ്ട. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഷവർമയിൽ പോയ്സൺ അടിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര ന്യൂസ് പ്രാധാന്യമുണ്ട് ഇവിടെ.